ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചനവേൾ. ഇത് ഞാൻ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മുന്നേ നിങ്ങളുടെ പേഴ്സൺ ഒന്നും ചിന്തിക്കാതെ ആലോചിക്കാതെ ഓരോന്ന് പറയുമായിരുന്നു. പിന്നെയാണ് ഇവർക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നത്. അയ്യോ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാൻ ആ പറഞ്ഞ തെറ്റായിപ്പോയി എന്നൊക്കെ. ഇപ്പോൾ ഇവർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു കാര്യവും ആലോചിക്കാതെ ചിന്തിക്കാതെ പ്ലാൻ ചെയ്യാതെ ഒരു തീരുമാനമോ ഒന്നും പറയാനോ ഒന്നും പാടില്ല. എല്ലാം ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്തിട്ട് വേണമേ ഒരു തീരുമാനം എടുക്കാവൂ, അത് മറ്റുള്ളവരോട് പറയാവൂ എന്നും ഇവർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ഇവർ എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരു ആക്ഷൻ എടുക്കുന്നത്. ഇവിടെ ഈ ഒരു ടൈമിൽ ഇവരോട് തന്നെ ആൾക്കാർ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ കാര്യങ്ങൾ സിമ്പിളായിട്ട് എടുത്തു, വളരെ ഒരു എന്താ പറയുക, ആത്മാർത്ഥമായിട്ടല്ല നിങ്ങൾ കാര്യങ്ങൾ ചെയ്തത് എന്ന് മറ്റുള്ളവരുടെ വായിൽ നിന്ന് കേൾക്കുകയും ഇല്ല എങ്കിൽ ഇവർക്ക് സ്വയം തോന്നുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് എന്ന് ഇവർക്ക് മനസ്സിലാകുന്നു. നിങ്ങൾക്കും ഇവർക്കും ഇടയിലുള്ള പല കാര്യങ്ങളും ഇവർ സീരിയസ് ആയിട്ട് എടുത്തില്ല. അതിൻ്റെ ആ ഒരു ഭവിഷ്യത്താണ് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നത്. കാരണം പല കാര്യങ്ങളും സീരിയസ് ആയിട്ട് എടുക്കാത്ത കാരണം ആ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളായിട്ട് ഇവരുടെ മുന്നിൽ നിൽക്കുന്നത്. നെക്സ്റ്റ് ഇവരുടെ എനർജിയിലുള്ള വലിയ ചേഞ്ച് എന്ന് പറയുന്നത്, ഇവരെന്താണോ പറയുന്നത് അതാണ് ശരി, ഇവരുടെ കാഴ്ചപ്പാട് എന്താണോ അതാണ് ശരി. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടൊക്കെ തെറ്റ്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പോലും ഇവർ തയ്യാറാകത്തില്ല. ആ ഒരു സ്വഭാവത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു 6 പോർട്ടലിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ അറിവ് കൂടിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മുന്നേയൊക്കെ ഇവർ പറയുന്നത് എല്ലാം ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി ഇവർ മറ്റുള്ളവരുടെ ഒരു വാക്കുകളും കേൾക്കുന്നതായിട്ട് എൻ്റെ ഒരു തീരുമാനം മറ്റുള്ളവരെയും കൂടെ അറിയിക്കാം, അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർക്ക് എവിടെ നിന്നോ ഗൈഡൻസ് കിട്ടുന്നുണ്ട്. ആ ഒരു ഗൈഡൻസ് അനുസരിച്ച് ഇവർക്ക് നിങ്ങളുടെ മേൽ ഇനി ട്രസ്റ്റ് ഇല്ല എങ്കിൽ ഇനി നിങ്ങളുടെ മേൽ സ്ട്രെസ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ വാക്കുകളും ഇവർ കേൾക്കുന്നതാണ്. ഈ ഒരു ബന്ധത്തിൽ എവിടെയൊക്കെയാണ് തെറ്റ് പറ്റിയത് അതെല്ലാം ഇവർ മനസ്സിലാക്കി ആ ഒരു തെറ്റ് തിരുത്താൻ നോക്കും. ഇനി നിങ്ങളുടെ ഗൈഡൻസും ഇവർ അംഗീകരിക്കും. ഇതുകൂടെ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്നും റിലീസാകുന്നതാണ്. അതായത് ഇവർക്കൊരു വർത്തും കൊടുക്കാത്ത, ഇവർക്കൊരു വാല്യൂവും കൊടുക്കാത്ത ആൾക്കാരിൽ നിന്ന് ഇവർ റിലീസാകുന്നതാണ്. ഇവർക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ കാരണം, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ കാരണമാണ് ഇവർക്ക് ഈ ഒരു ദിവസം ഇന്ന് കാണേണ്ടി വന്നത്. അവരില്ലായിരുന്നെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ വളരെ സന്തോഷമായിട്ട് ജീവിക്കുമായിരുന്നു എന്ന് തോന്നിയാണ് ഇവർ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരുമായിട്ട് ഒരു അകലം പാലിക്കുകയും റിലീസിങ്ങിൻ്റെ ആ ഒരു മോഡൽ വരികയും ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു ചേഞ്ചാണ് നിങ്ങളുടെ പേഴ്സണിൽ വരുന്നത്. ഇവിടെ 9 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു അഗ്രസീവായിട്ടുള്ള ആക്ഷൻ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ. ഇനി നിങ്ങൾക്കായിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങളിൽ നിന്ന് ദൂരെ പോയപ്പോൾ ഇവർക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും ഇവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നതാണ്. മുമ്പൊക്കെ നിങ്ങളോട് ഇവർ കാണിച്ചിരുന്നത് ചെറിയ കാര്യത്തിന് പോലും നിങ്ങളോട് വഴക്കുണ്ടാക്കുക, ചെറിയ കാര്യത്തിന് പോലും നിങ്ങളെ ബ്ലോക്കാക്കുക, നിങ്ങളുടെ നമ്പർ വരെ ഡിലീറ്റ് ആക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പല പ്രാവശ്യം ഇവർ നിങ്ങളോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധവും വയ്ക്കേണ്ട, നമുക്കിതിവിടെ വച്ച് അവസാനിപ്പിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ദൂരെ പോയപ്പോഴാണ് ഇവർക്ക് പറ്റുന്നില്ല, അത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല ഒരു നിമിഷം പോലും നിങ്ങളില്ലാതെ. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾ ഇവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് എന്നാണ് ഇവർ പറയുന്നത്. എപ്പോഴും ഇവർക്കൊരു വാല്യൂവും ഒരു റെസ്പെക്റ്റും എല്ലാം കൊടുത്തിരുന്നു. ഇവരുടെ വാക്കുകൾക്കായാലും ഇവർക്കായാലും ഒരു വാല്യൂവും റെസ്പെക്റ്റും നിങ്ങൾ കൊടുത്തിരുന്നു. ഇവരുടെ ഭാഗത്തുനിന്ന് തിരിച്ച് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവർക്ക് മനസ്സിലായി നിങ്ങളുടെ വാല്യൂ എന്താണ് എന്ന്. ഇവിടെ ഇവർ ഒരു ലിമിറ്റും ഇല്ലാതാണ് നിങ്ങളെ വഴക്ക് പറഞ്ഞതും നിങ്ങളെ വിഷമിപ്പിച്ചതും എല്ലാം. നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറി, പല അബ്യൂസായിട്ടുള്ള വാക്കുകളും നിങ്ങളോട് ഇവർ പറഞ്ഞു. പക്ഷേ നിങ്ങളെപ്പോഴും ഒരു ലിമിറ്റ് വച്ച് സൂക്ഷിച്ചു ഇവരോട്.
അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം ഇവർക്ക് വളരെയധികം ഇഷ്ടമാണ്. കാരണം എന്ത് തന്നെ സിറ്റുവേഷൻ മോശമായിക്കൊള്ളട്ടെ, പക്ഷെ നിങ്ങൾ ഇവരോട് കാണിക്കുന്ന ആ ഒരു റെസ്പെക്റ്റും അവർക്ക് കൊടുക്കുന്ന ആ ഒരു വാല്യൂവും എല്ലാം ഇവർക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. എത്ര തന്നെ മോശം സിറ്റുവേഷൻ ആയാലും ഇവർ എത്ര തന്നെ നിങ്ങളെ വഴക്ക് പറഞ്ഞാലും നിങ്ങൾ അങ്ങനെയൊന്നും തിരിച്ച് പറയുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. നെക്സ്റ്റ് മെസ്സേജ്: നിങ്ങൾ പലപ്പോഴും ഇവരിൽ നിന്ന് ഒന്നും തന്നെ മറയ്ക്കാറില്ല. എല്ലാം ഇവരോട് തുറന്ന് പറയും. പക്ഷേ നിങ്ങളുടെ പേഴ്സണാവട്ടെ പല ഫാമിലി സിറ്റുവേഷൻസും പല കാര്യങ്ങളും നിങ്ങളോട് പറയാതെ ഹൈഡാക്കി വെക്കുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്, എവിടെയാണ് ഞാൻ തെറ്റ് ചെയ്തത്, അതെല്ലാം ഇനി എനിക്ക് ശരിയാക്കണം. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ഇനി ചെയ്യാൻ പാടില്ല. അതായത് എൻ്റെ പേഴ്സണോട് ഒന്നും ഹൈഡാക്കി വെക്കാൻ പാടില്ല. എല്ലാം തുറന്ന് പറയണമെന്ന് ഇവർക്ക് തോന്നുകയാണ്. ചില സമയം നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കരയുന്നു. അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ ആ ഒരു കണ്ണുനീർ കാണാൻ സാധിക്കത്തില്ല. ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്നാണ്. ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണമെന്നാണ്. നെക്സ്റ്റ് മെസ്സേജ്: ചില സമയം നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് വളരെയധികം ഇമോഷണലായി കരയുന്നു. നിങ്ങൾ ഒരിക്കലും കരയുന്നത് കാണാൻ ഇവർക്ക് ഇഷ്ടമില്ല. നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് ഇവർക്ക് ആഗ്രഹം. നെക്സ്റ്റ് മെസ്സേജ്: നമ്മൾ തമ്മിലുള്ള ആ ഒരു ഫ്യൂച്ചർ വളരെ വണ്ടർഫുൾ ആവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് ഫ്യൂച്ചർ നല്ലതായിട്ട് മാറണം. ഇപ്പോഴുള്ള മോശം അവസ്ഥ മാറി നല്ല രീതിയിൽ ഫ്യൂച്ചറിൽ നമ്മൾ ജീവിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് 100% ശ്രമങ്ങൾ ഉണ്ടാകുകയാണ്. നിങ്ങൾ തമ്മിൽ ഒന്നായിട്ടിരിക്കണം, നിങ്ങൾ തമ്മിൽ ഇനി വേർപിരിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ 100% ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. ഇവിടെ ഒരു എനർജി എപ്പോൾ റെസൊണേറ്റ് ആകുമെന്ന് നോക്കുമ്പോൾ 2 മണിക്കൂർ തൊട്ട് 20 മണിക്കൂറിനുള്ളിൽ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ്. നിങ്ങൾക്കായിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.